PV അൻവർ വെറും സോപ്പും കുമിളയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. മാധ്യമങ്ങൾ ഇല്ലാത്ത പ്രാധാന്യം PV അൻവറിന് നൽകുന്നതെന്നും PV അൻവർ മത്സരിക്കുന്നതുകൊണ്ട് ഒരു ചലനവും ഉണ്ടാവില്ലെന്നും UDFന്റെ കാര്യം വളരെ ദയനീയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 2 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശി തരൂർ, സൽമാൻ ഖുർഷിദ് എന്നിവർ ഇപ്പോൾ തന്നെ BJP പക്ഷത്താണെന്നും PV അൻവർ LDFൽ എടുക്കാച്ചരക്കാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമല്ലാത്തൊന്നും ഞങ്ങൾക്കില്ല. അതാണ് നിങ്ങൾ പറഞ്ഞ ആൾക്കുണ്ടല്ലോ, അതൊട്ടുമില്ല. രാഷ്ട്രീയമില്ല, ഒട്ടുമില്ല. അങ്ങനെയുള്ള ഒരാള് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ്. 2 ദിവസം നിങ്ങളെല്ലാവരും തീരുമാനം, 2 ദിവസം, നോട്ട് 3 days, 2 ദിവസം നിങ്ങൾ ആ പേര് പറയാതെ മാറ്റിവെച്ചാൽ 3-ാം ദിവസം ആ ചൂട്ടുകെട്ട് വീഴും. അത് കെട്ടുപോയ ചൂട്ടുകെട്ടാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയുമ്പോഴത്തേക്ക് ഒന്ന് കെട്ടാൻ ശ്രമിക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, മാധ്യമങ്ങൾ 2 ദിവസം ആ പേര് പറഞ്ഞില്ലെങ്കിൽ സൂക്കുമുളയേക്കാളും വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് ഈ അൻവർ. നിങ്ങൾ പറഞ്ഞ് വലുതാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആ പേരിന് പ്രസക്തിയുമില്ല, ഒട്ടുമേ ഇല്ല. പണ്ടും രാഷ്ട്രീയം ഉണ്ടായില്ല. 2 സ്ഥാനാർത്ഥികളെയും കടന്നാക്രമിച്ചിരുന്നു. ഇന്ന് 2 സ്ഥാനാർത്ഥികളെയും കടന്നാക്രമിച്ചു അൻവർ. രാഷ്ട്രീയം പറയാം. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, നേരത്തെ ഈ അൻവറിന്റെ വരവിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് CPI ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ. CPIക്കും CPMനും LDFിലാകെയും അൻവർ ഇന്നൊരു എടുക്കാച്ചരക്കാണ്. ഒരു പാർട്ടിക്കുമല്ല, LDFിനാകെ. LDFനെ വഞ്ചിച്ച വഞ്ചകനാണ് അൻവർ. ഈ ചാനൽ നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.